വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് വീഡിയോ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, ഇപ്പം നമ്മുടെ ഒരുപാട് സെറ്റ് സാരീസ് അല്ലെങ്കിൽ സെറ്റ് മുണ്ടും ഒക്കെ പഴയത് കയ്യിലുണ്ടാവും. പക്ഷെ അത് നമ്മൾ അത് കളയാനും വയ്യ, എന്നാൽ പുതിയതിട്ട് വാങ്ങാനും വയ്യ എന്നൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തത്. അതായത് വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന സെറ്റ് സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പം മെൻസിൻ്റെ മുണ്ടായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതി, അതായത് അതിനൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്കിത് ആക്ച്വലി ഒരു പരീക്ഷണമാണ്. ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടൈ ആൻഡ് ഡൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ടൈ ആൻഡ് ഡൈ ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാബ്രിക് കളറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് ഇനി ചെയ്ത് നോക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടി എടുക്കുന്ന സാരി വന്നിട്ട് അത്യാവശ്യം കുറച്ച് പഴകിയ സാരിയാണ്. കുഞ്ഞു ബോർഡർ ഉള്ളതാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ വീതിയുള്ള ബോർഡറിൻ്റെ സാരീസ് ഒന്നുമില്ല. ഇത് സാധാ ഒരു സെറ്റ് സാരിയാണ്. ഇങ്ങനെ ബോഡി പാർട്ടിൽ ഓവറോൾ ചെറിയ അവിടെ കാണുന്നില്ലല്ലോ, ചെറിയ ഇങ്ങനെ ബുട്ട വീവ്സ് ഒക്കെ വരുന്ന ഒരു നോർമൽ സെറ്റ് സാരി. എനിക്ക് തോന്നിയത് അങ്ങനെ ഇതിലാകെ ഇച്ചിരി ഭംഗിയുള്ളത് ഈ മുന്താണിയിൽ മാത്രമാണ് കേട്ടോ. അത് മുന്താണിയിൽ മാത്രം ഇങ്ങനെ വരുന്നൊരു സെറ്റ് സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നോർമലി എല്ലാവരും ഇതിനെങ്ങനെ പകുതി വെച്ചിട്ടാണ്, ഞാൻ കണ്ട വീഡിയോസിലെല്ലാം പകുതി വെച്ചിട്ടാണ് ടൈ ആൻഡ് ഡൈ ചെയ്തേക്കുന്നത്. ഞാൻ പക്ഷേ കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. എനിവേ ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ് കാര്യം അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട്. നമ്മുടെ പഴയ ഒരു സാരി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ്. അപ്പം ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. എന്നെപ്പോലെ നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ നമുക്ക് കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കാതെ ആ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ആരെങ്കിലുമൊക്കെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാര്യം ഞാൻ ഒരു ചെറിയ അലർജിക് പേഷ്യൻ്റാണ്. എനിക്ക് നമ്മൾ മടക്കി വെച്ചിരുന്ന തുണിയെടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതെനിക്ക് പറ്റത്തില്ല. എനിക്ക് അതിൻ്റെ സ്മെല്ലടിച്ച് കഴിയുമ്പോൾ ശ്വാസം മുട്ടാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. കാര്യം നമുക്ക് നമ്മുടെ ചാനലിൽ അംഗങ്ങൾ കൂടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അതിൻ്റെ റെസ്പോൺസും അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വൺസ് അഗെയിൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഈ കദം പക്ക റങ്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലെമൺ യെല്ലോ കളറാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിതൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ലെമൺ യെല്ലോ ഇതാണ് ഷെയ്ഡ് നമ്പർ 01. ലെമൺ യെല്ലോ ആണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ പാക്കിനകത്ത് നമുക്ക് ഇതിൽ കണ്ടോ ഇങ്ങനെ സാഷേസ് ആയിട്ടാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത്. ഇതിൽ ഒരു സാഷ നമുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു ടൈം യൂസ് ചെയ്യുമ്പോൾ ഒരു സാഷ യൂസ് ചെയ്യാം. അങ്ങനെ ഇതിലിപ്പോൾ 5 സാഷയാണ് വരുന്നത്. 5 സാഷേ പൗഡേർഡ് കളറും 5 സാഷേ ഫിക്സറുമാണ് വരുന്നത്, കളർ ഫിക്സറുമാണ് വരുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് ഏപ്രൺ വരുന്നുണ്ട് ആൻഡ് ഓൾസോ ഗ്ലൗസ്. ഇത്രയാണ് ഈ പാക്കറ്റിൽ വരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് അറൗണ്ട് 200. ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചത് ഏകദേശം ഒരു 239 റുപ്പീസിന് എന്തോ ആണ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലിവർ പറയുന്നത് യൂസ് സോൾട്ട് ഫോർ കോട്ടൺ, ലിനൻ, ജ്യൂട്ട്, വിസ്കസ്, റയോൺ, ഡെനിം, കോട്ടൺ സാറ്റൻ, മൊഡൽ സാറ്റൻ ഒക്കെ ഇതിനൊക്കെ സോൾട്ട് യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ ഇപ്പോൾ നൈലോൺ, വൂൾ, സിൽക്ക്, ജോർജറ്റ്, ഷിഫോൺ, സിൽക്ക് സാറ്റനിലൊക്കെ 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് വിനീഗറാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ബിഫോർ ഡൈയിങ് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ സോൾട്ട്, കോട്ടൺ അങ്ങനത്തെ മെറ്റീരിയൽസിനും നൈലോൺ, ഷിഫോൺ, ജോർജറ്റിനൊക്കെ വിനീഗറാണ് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡൈയിങ് പ്രോസസ്സിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സാരി എങ്ങനെ ഫോൾഡ് ചെയ്യണം എന്നുള്ളത് ഞാനിങ്ങനെ നോക്കുകയാണ്. ഏത് രീതിയിൽ ചെയ്താൽ ഇപ്പം നോർമലി എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡൈയിങ് പ്രോസസ്സാണ് ഞാൻ മിക്ക വീഡിയോസിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ടൈ ചെയ്യുന്ന രീതി ഒന്ന് ഞാൻ മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി സാരി എങ്ങനെ ഫോൾഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. എനിവേ നമുക്ക് നോക്കാം അതിൻ്റെ എൻഡ് റിസൾട്ട് എങ്ങനെ വരും എന്നുള്ളത്. ഞാനും ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാര്യം ഇത് എങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് സാരി നല്ലപോലെ തന്നെ വിരിച്ചിട്ടിട്ട് അതിനെ രണ്ടാക്കി മടക്കിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ സാരി മടക്കില്ല, അതുപോലെ തന്നെ രണ്ടായിട്ട് ഞാൻ അതിനെ മടക്കിയെടുക്കുവാണ്. പിന്നെ മടക്കിയെടുത്ത സാരി നമ്മൾ സാരി ഉടുക്കുമ്പോൾ പ്ലീറ്റ്സ് എടുക്കില്ലേ, അതുപോലെ തന്നെ സെയിം രീതിയിൽ കുറച്ച് വലിപ്പത്തിനാണ് ഞാൻ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നത്. സാരി നല്ല രീതിയിൽ പ്ലീറ്റ് എടുത്ത് ആ പ്ലീറ്റ് നന്നായിട്ട് പിടിച്ച് നമ്മൾ സാരിയുടെ തുമ്പത്തൊക്കെ പ്ലീറ്റ്സ് പിടിച്ചിട്ട് നമ്മൾ ഇടത്തില്ലയോ, അതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിച്ച് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് പാറ്റേൺ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നല്ലപോലെ പ്ലീറ്റ് എടുത്ത് ഇട്ടേക്കുന്ന ഭാഗത്താണ് നമ്മൾ ഡൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ്സ് എടുക്കില്ലേ, അതുപോലെ പ്ലീറ്റ്സ് എടുത്തതാണ്. അതിൽ ഈ ഭാഗത്താണ് ഞാൻ ഡൈ ചെയ്യാൻ പോകുന്നത്. നമുക്കത് ടൈ ചെയ്യാം. അപ്പം ഞാൻ ഇത് ഈക്വലി പാർട്ടീഷനാക്കിയിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് ടൈ ചെയ്യുവാണേ. ഇതുപോലത്തെ കട്ടിയുള്ള നൂലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ടൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് ഇതെടുത്തു. എന്നിട്ട് നമുക്ക് നടുവിൽ നിന്ന് കെട്ടിക്കൊടുക്കാം. ഒത്തിരി മുറുക്കി കെട്ടണ്ടെന്ന് തോന്നുന്നു, നല്ല സെക്യൂറായിട്ട് കെട്ടണം. അതേ നമ്മൾ ഈക്വലി പാർട്ടീഷൻ എടുത്ത് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ ഒരുപോലെ ഇങ്ങനെ ചുറ്റി ടൈ ചെയ്യാൻ പോവാണേ. ഈ തുമ്പ് ഞാൻ ഇങ്ങനെ അങ്ങ് വിടുവാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ടും കൂടി കെട്ടിക്കൊടുക്കും. എന്ത് ഡിസൈൻ ആവും ഒന്നും അറിയത്തില്ല. എനിവേ ലെറ്റ്സ് സീ. അപ്പോൾ അത് നമ്മളിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കളർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അടുത്ത പ്രോസസ്സ് എന്നൊക്കെ. അപ്പോൾ ഇത്രയും ഞാൻ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെ വരും എന്നൊക്കെ കണ്ടറിയാം. ലെറ്റ്സ് സീ. ഒരുപാട് എക്സൈറ്റഡ് ആണ് ഇത് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി. നമുക്ക് നോക്കാം. അപ്പോൾ കോട്ടൺ മെറ്റീരിയൽസിന് അവർ ഉപ്പിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. ഞാൻ ഒരു 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്.
അങ്ങനെ എനിക്ക് നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ബ്ലൂ കളറാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാനിത് കളയുന്നില്ല, ബ്ലൂ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവരെനിക്ക് പാക്കറ്റ് ആമസോൺകാർ നല്ല രീതിയിൽ എന്നെ പറ്റിച്ചു. ഞാൻ ലെമൺ യെല്ലോയാണ് ആക്ച്വലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വന്ന പാക്കറ്റിനകത്ത് ആസ് യു ക്യാൻ സീ അതായത് പാക്കറ്റിൽ ലെമൺ യെല്ലോ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടോ, ഇതിലവർ ഡാർക്ക് ബ്ലൂ എന്ന് മെൻഷൻ ചെയ്തു 09. മറ്റേതിൽ പാക്കറ്റിനകത്ത് 01 ആയിരുന്നു കളറ്, ഇതിൽ 09 ആണ്. എനിവേ ഞാൻ എന്താ ചെയ്യാം, എനിക്ക് വേറെ വഴിയില്ല. സോ ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കളറിലേക്ക് മുക്കാൻ പോവാണ്. വെള്ളം അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ദൈവമേ എന്താവുമെന്നോ പേടിയാണ്. മുക്കിയമ്മ പിടിച്ച് മുക്കമ്മ. ഇതുവരെ ആ കെട്ടിട്ടേക്കുന്ന വരെ മാത്രം, അത് കഴിഞ്ഞിട്ട് മുക്കണ്ട. അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റിലോട്ട് ഇത് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലോട്ട് ഇനി അടുത്ത പ്രോസസ്സ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്താവുമെന്ന് എനിക്ക് സത്യമായ ഒരു ടെൻഷനും ഉണ്ട്. കാര്യം നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. ഞാൻ എന്തായാലും ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇതെങ്ങനെ ആയിരിക്കും എന്നൊരു നല്ല ടെൻഷനുണ്ട് എനിക്ക്. കാര്യം ഇനി കംപ്ലീറ്റ് കളറും ഇതിൽ പിടിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഇതെനിക്ക് വലിയ നോളജുള്ളൊരു കാര്യമല്ല ഞാനിപ്പോൾ ചെയ്തത്. എനിവേ ലെറ്റ്സ് സീ, ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അല്ലേ. ഇറ്റ്സ് ടൈം ഫോർ ദ റിവീൽ. ഇറ്റ്സ് ടൈം ഫോർ ദ റിവീൽ. ഇറ്റ്സ് ടൈം ഫോർ ദ റിവീൽ. അയ്യോ ഇത് മൊത്തം പിടിച്ചു തോന്നോ. ഓ മൈ ഗോഡ്. എനിവേ ലെറ്റ്സ് സീ. ഞാൻ കൊണ്ട് വാഷ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ഐ വിൽ ഷോ യു. ഇപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് മറ്റേ ഫിക്സർ ഒഴിച്ചു കൊടുക്കുവാണേ. ഫിക്സറൊക്കെ ഒഴിച്ചു. അതിന്റെ ശേഷം അപ്പോൾ ഇതാണ് കേട്ടോ എൻഡ് റിസൾട്ട് വന്നിട്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊക്കെ തന്നെ വന്നു സംഭവം. ബട്ട് ആ കളർ എനിക്ക് നേവി ബ്ലൂവിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടമുണ്ടായിരുന്നത് യെല്ലോ ആയിരുന്നു. പക്ഷെ എനിക്ക് യെല്ലോ കിട്ടാത്തതിലൊരു വിഷമമുണ്ട്. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഉണങ്ങാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ് കേട്ടോ. ബാക്കി ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്
പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം